ഋതിക രാജുവിന്റെ ഭാര്യ അല്ല. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, അതെല്ലാം അമ്മയ്ക്ക് വഴി മനസ്സിലായിക്കോളും. എന്റെ ദൈവമേ, ജീവൻ നൽകാനുള്ള കഴിവ് അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മാഡം കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കി. മാഡത്തിന്റെ എന്ത് ആപത്ത് വന്നാലും ഈ രാജുവിനെ വിളിക്കാം. ഏത് സമയത്താണെങ്കിലും മാഡത്തിന്റെ ഒരു വെളിപ്പാടകലെ ഈ രാജു ഉണ്ടാവും. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നാണെങ്കിലും മാഡത്തെ ഞാൻ രക്ഷിക്കും. ഇത് രാജുവിന്റെ വാക്ക. രാജു ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഞാൻ സ്നേഹിച്ച ആ പഴയ രാജു അല്ല ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. രാജുവിന് എന്നോടുള്ള കരുതലും പരിഗണനയും ഞാൻ പ്രണയമായി തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയിൽ നിന്ന് എല്ലാത്തിനും ആരംഭമായത്. ആഗ്രഹിച്ചതും ആഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് ഇനി എങ്ങോട്ടായിരിക്കും? പാതി വഴിയിൽ രാജു എന്നെ ഉപേക്ഷിക്കോ? ഇതെന്തു പറ്റി? ഋതിക മേഡം എന്തിനാ ഇങ്ങനെ പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? ഒന്നുമില്ല രാജു. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? എന്താ ഇപ്പൊ മേഡത്തിന്റെ പ്രശ്നം? രാജു, എന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് കൂടി വേണ്ടിയാ രാധമ്മയും വേണമെങ്കിലും ഈ പൂജകളും വഴിപാടുകളും എല്ലാം നടത്തുന്നത്. അതിലൊന്നും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. മാഡം വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ചിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. ഞാൻ രാജുവിനെ ഉറക്കത്തെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. രാജുവിന് ഉറക്കം വരുന്നെങ്കിൽ രാജു ഉറങ്ങിക്കോ.